Hello guys, this is Suniesh Thambanzone എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, ഞാൻ 2 വീഡിയോ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് യോഗ മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ തയ്യാറാക്കുന്നുണ്ടെന്ന്. ആ വീഡിയോ ആണ് ഇന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു യോഗ, അതായത് യോഗ മെഡിറ്റേഷൻ, അതായത് യോഗ എക്സസൈസ് ഉണ്ട്, യോഗ മെഡിറ്റേഷൻ ഉണ്ട്. ഇത് യോഗ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുമാത്രമല്ല, യോഗ കൊണ്ട് നമ്മൾക്ക് ഉള്ള യഥാർത്ഥ ഗുണങ്ങളും ഞാൻ ഇതിലൂടെ പറയുന്നു. അത് എൻ്റെ അനുഭവത്തിന് സാക്ഷിയായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒട്ടേറെ പേർ യോഗ, ധ്യാനം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. സ്റ്റീവ് ജോബ്, ഷെയ്ൻ വോൺ, വിരാട് കോഹ്ലി, എന്തിനറിയാം, ഒട്ടേറെ പേർ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി അവരുടെ കാരിയറിൽ, അവരുടെ ലക്ഷ്യത്തിൽ അവർ ഉന്നതിയിൽ എത്തുന്നു. സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഗൈരിഫിക്കേഷൻ കൂടുതലായിരിക്കും. എന്താണ് ഗൈരിഫിക്കേഷൻ? ഫാൾസ് ഇൻ ദ കോർട്ടെക്സ് ഓഫ് ദ ബ്രെയിൻ. തലച്ചോറിലെ കോർട്ടെക്സിലൂടെയുള്ള ഓർഗൻസിൻ്റെ ഒഴുക്ക് കൂടുതലായിരിക്കും. ഇങ്ങനെ ഓർഗൻസിൻ്റെ ഒഴുക്ക് കൂടുന്നതോടുകൂടി തലച്ചോറിൻ്റെ ആക്ടിവിറ്റി, പ്രോസസ്സിംഗ് പവർ കൂടും. അതുമാത്രമല്ല, നിങ്ങൾ മെഡിറ്റേഷനിലൂടെ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് ശക്തമായ ഈ രക്തത്തിൻ്റെ കൂടെയുള്ള ഓക്സിജൻ്റെ പ്രവാഹമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തലച്ചോറിലെ ഓരോ കോശങ്ങളും ആക്റ്റീവ് ആകുന്നു. ഇങ്ങനെ ആക്റ്റീവ് ആകുന്നതോടുകൂടി നിങ്ങൾ എല്ലാ കാര്യത്തിലും ഊർജ്ജസ്വലരാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഗാരിഫിക്കേഷൻ, അത് ഒരു ദിവസത്തെ യോഗ കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഒരു ദിവസത്തെ യോഗ കൊണ്ട്, യോഗ മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ എനർജി ലെവൽ കൂടുതലായിട്ട് കാണുവാൻ പറ്റും. കാരണം നമ്മുടെ തലച്ചോറിൽ ആവശ്യത്തിന് ഓക്സിജൻ എത്തുകയാണ്. ദിവസവും നിങ്ങൾ തീർച്ചയായും ഒരു 10 മുതൽ 20 മിനിറ്റ്സ് വരെ നിങ്ങൾ യോഗ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതൊക്കെയാണ്: പരമമായ ആനന്ദം, സന്തോഷം, ഒപ്പം ഓർമ്മശക്തി, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഫോക്കസിങ്, തിരിച്ചറിവ്, അതായത് മനസ്സിലാക്കുവാനുള്ള കഴിവ്. പിന്നെ ഇതുകൂടാതെ ദയ, സഹതാപം, ഇതുപോലെയുള്ള നിങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ വികാരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. എന്തൊക്കെ നഷ്ടപ്പെടുന്ന എന്തൊക്കെയാണ്? സ്ട്രെസ്, ഡിപ്രഷൻ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് യോഗ സ്ഥിരമായി ചെയ്യുന്നതോടുകൂടി നിങ്ങളിൽ നിന്ന് ഇല്ലാതാകുന്നത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്ത ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല സക്സസ്ഫുള്ളായിട്ട് ഓടുന്ന യൂട്യൂബിൽ ഓടുന്ന ഒരു വീഡിയോ ആണ്. അതിൽ ഒരു ബ്രോ എന്നോടൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു: ഡിപ്രഷൻ യോഗ ചെയ്തു കഴിഞ്ഞാൽ മാറുമോ എന്ന്. അതിൻ്റെ ഉത്തരം ഇതാണ്: ഡിപ്രഷൻ ആരംഭഘട്ടത്തിലാണെങ്കിൽ യോഗ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറും. പക്ഷേ 1, 2, 3 വർഷമൊക്കെ ആയിട്ടുള്ള ഡിപ്രഷൻ നിങ്ങളുടെ തലച്ചോറിലുള്ള കെമിക്കൽസിന് മാറ്റമുണ്ടാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ആ കെമിക്കൽസിനെ മാറ്റിയെടുക്കാനുള്ള മരുന്ന് കഴിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചിന്തകളിൽ നിന്നാണ് നമ്മുടെ ഹോർമോൺസ് ഉണ്ടാകുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു നല്ല AC റൂമിലാണ് ഇരിക്കുന്നെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒരു ദുഃഖമോ ഒരു വിഷമോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ വിയർക്കുന്നു. കാരണം എന്താണ്? നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തയിലുള്ള മാറ്റം നിങ്ങളുടെ തലച്ചോറിൽ കെമിക്കൽസിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു ഡോക്ടർ അല്ല. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. നിങ്ങളുടെ മസിൽ റിക്കവറിക്കും നിങ്ങളുടെ ഇഞ്ചുറി റിക്കവറിക്കും ഒക്കെ ഇത് നല്ല ഗുണം ചെയ്യും. അതുപോലെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്തുവാനും സാധിക്കും. യഥാർത്ഥത്തിൽ യോഗ, ധ്യാനം, മെഡിറ്റേഷൻ കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം ശാന്തിയല്ല. ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ലെവലിലാണ്, അതായത് നമ്മൾക്ക് പ്രോബ്ലംസ് ഇല്ലാത്ത അവസ്ഥ എന്നാണ്. പക്ഷേ യോഗ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയല്ല. നമ്മൾ സദാ ആനന്ദത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് നമ്മൾ ശാന്തമാകുക, പക്ഷേ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ശാന്തമെങ്കിലും ആകട്ടെ എന്ന് കരുതും. പക്ഷേ
നമ്മൾ യഥാർത്ഥത്തിൽ യോഗ ചെയ്യുന്നതിന് മുമ്പിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് തീർച്ചയായും ഇതുപോലെ ഉള്ള ഒരു ശാന്തതയല്ല, പരമമായ ആനന്ദമാണ് നമ്മൾക്ക് യോഗയിലൂടെ നേടിയെടുക്കേണ്ടതായിട്ടുള്ളത്. എന്താണ് യോഗ? യോഗ എന്നാൽ കൂടിച്ചേരൽ ആണ്. അതായത് ഈ ലോകത്ത് രണ്ട് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളും നമ്മൾക്ക് പുറത്തുള്ളതും. യഥാർത്ഥത്തിൽ യോഗ വഴി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളും ഈ പുറത്തുള്ള പ്രപഞ്ചവുമായിട്ടുള്ള കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് മനസ്സുകൊണ്ട്, അതായത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് ഈ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണയായി നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ കാല ചിന്തകളും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനം, അതായത് കഴിഞ്ഞ കാലത്തെ ചിന്തകളും ഇനി വരാൻ പോകുന്ന കാലത്തെ ചിന്തകളെയും ഒഴിവാക്കി നമ്മൾ പ്രസൻറ്റിൽ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ യോഗ സംഭവിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാത്രമല്ലേ നമ്മൾക്ക് യോഗ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കഴിഞ്ഞ കാലത്തോ ഇനി വരാൻ പോകുന്നതോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. അതിനുശേഷമാണ് നമ്മൾ യോഗ, അതായത് ഈ പ്രകൃതിയായിട്ട് നമ്മൾ യോഗ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇത് ആരംഭിക്കേണ്ടത്? നമ്മൾ ആദ്യമായി തിരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥലം എന്നാൽ ശാന്തമായിരിക്കണം, അധികം വെളിച്ചമുണ്ടാകരുത്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒന്നും കൂടുതൽ, അതായത് ശക്തമായ ലൈറ്റ് ഉണ്ടാകരുത്, ശക്തമായ സൗണ്ട് ഉണ്ടാകരുത്, കാറ്റുണ്ടാകരുത്. കാരണം കാറ്റ് കൂടുതലായി അടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനില മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു അഴഞ്ഞ വസ്ത്രം ധരിക്കുന്നതായിരിക്കും വളരെ ഉത്തമം. നമ്മൾ യോഗയ്ക്ക് മുന്നേ നമ്മൾ വീട്ടിൽ നിന്നാണ് യോഗ ചെയ്യുന്നതെങ്കിൽ വീട്ടുകാരോട് തീർച്ചയായും പറയണം, ഞാൻ യോഗ ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിയൊക്കെ നമുക്ക് ഉണ്ടാകും അല്ലേ? അപ്പോൾ അവരോട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ ഇതുപോലുള്ള വിളികളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും വീട്ടിലുള്ളവരോട് ഞാൻ ഇതുവരെ യോഗ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കരുത് എന്ന് കൂടെയുള്ള ആൾക്കാരോടും നിങ്ങൾ പറയുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിനുശേഷം എങ്ങനെയാണ് യോഗ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശാന്തമായ, ഒരു അധികം പ്രകാശമില്ലാത്ത ഒരു റൂം തിരഞ്ഞെടുക്കുക. വായു സഞ്ചാരം വേണം എന്ന് വെച്ചിട്ട് അധികം വായു സഞ്ചരിക്കാൻ പാടില്ല. അതിനുശേഷം പത്മാസനത്തിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ കൈ ചിന്മയ മുദ്ര കാട്ടി മടിയിൽ ഇതുപോലെ ആദ്യം വെക്കുക. അതിനുശേഷം ചൂണ്ടുവിരലും നടുവിരലും മടക്കിയതിന് ശേഷം തള്ളവിരൽ കൊണ്ട് ഒരു മൂക്ക് പ്രസ് ചെയ്ത് ശ്വാസം അകത്തേക്ക് വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ വലിക്കുന്നതിലും കുറച്ച് കൂടുതലായി ശക്തിയിൽ നമ്മൾ വലിക്കുക. ഒപ്പം നമ്മുടെ വയറിന് കാര്യമായി മൂവ്മെൻറ്റ് ഉണ്ടാകരുത്. ഇതുപോലെ ഒരു മൂക്കിലൂടെ ശ്വാസം വലിച്ച് 5 സെക്കൻഡെങ്കിലും അകത്ത് ഹോൾഡ് ചെയ്ത് അതേ മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടുക. ഇത് ഒരു മൂക്ക് 3 മിനിറ്റ് നേരം വെച്ച് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമ്മുടെ പ്രാണായാമം 6 മിനിറ്റ്. ഇത് കണ്ണടച്ച് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. യോഗ ഫുള്ളായിട്ട് തന്നെ കണ്ണടച്ചിട്ട് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ഗുണം ചെയ്യുക. ഈ 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായി കാണും. അതിനുശേഷം കൈയെടുത്ത് ഇതുപോലെ മുട്ടിൽ വയ്ക്കുക. എന്നിട്ടും ശ്വാസോച്ഛ്വാസത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഉച്ഛ്വാസം ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നുള്ള സൗണ്ട് പുറപ്പെടുവിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉത്തമം. ഇനി നിങ്ങൾ സൗണ്ട് വിട്ടില്ലെങ്കിലും ഉച്ഛ്വാസവായു എങ്ങനെയാണോ ശ്വസിച്ചത് അതേ വേഗതയിൽ പുറത്തുവിടുക. നമ്മുടെ സൗകര്യാർത്ഥം വേണമെങ്കിൽ നമ്മൾക്ക് ഒരു കസേരയിൽ പോലും ഇരിക്കാം, പക്ഷെ നട്ടൽ നിവർത്തിയിരിക്കണം. ഇതുപോലെ നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകും. അതായത് പ്രകൃതി സ്വർഗം പോലെ നമ്മൾക്ക് കാണുവാൻ പറ്റും. നല്ല സ്വർണ്ണ നിറമായിട്ട്. എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. ഇനി ഏത് സ്ഥലത്തായാലും നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക
ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെയുള്ള ഒരു ആനന്ദം നമ്മൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം നിങ്ങൾ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉപയോഗപ്രദമാകുന്ന വീഡിയോ ആയിട്ട് ഇനിയും വരും. എങ്കിൽ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ, ശുഭദിനം.